ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് ഒരു വലിയൊരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 455 പോയിൻറ്റും S&P 109 പോയിൻറ്റും നസ്ഡാക്ക് 522 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴും ഏകദേശം 20 പോയിൻറ്റ് ഫ്ലാറ്റായിട്ടാണ്, ചെറിയൊരു പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഒന്നും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള സാധ്യത, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ചിലപ്പോൾ ഡേ ടൈമിൽ മാർക്കറ്റിൽ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു ഒരു പുൾ ബാക്ക് കിട്ടിയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ ഈ വിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു വിക്ക് വന്നിരിക്കുന്ന അതേ ഏരിയയിൽ തന്നെയാണ് ഇന്നലെയും വിക്ക് വന്നിരിക്കുന്നത്. അവിടെ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴാണോ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് മുകളിലോട്ട്, ഒരു മിനിറ്റ്, ഈ ഒരു ക്യാൻഡലിൻ്റെ ഇന്നലത്തെ ഡേ ക്യാൻഡലിൻ്റെ ഹൈ, ഈ ഒരു ഹൈയിൽ തന്നെയാണ് നേരത്തെ നമുക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലും വന്നിരിക്കുന്നത്. ഇവിടെ ഇത്രയും സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഇവിടെ നിന്ന് എപ്പോഴാണോ ഈ ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, ഏകദേശം എനിക്ക് തോന്നുന്നു 652 650 ലെവൽ മുകളിലോട്ട് എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ നിന്ന് മാറണം. ഈ ഒരു സെല്ലിംഗ് പ്രഷർ മാറിക്കഴിഞ്ഞാൽ മുകളിലോട്ട് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് മുന്നേ മാർക്കറ്റ് ഇനി മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി അനാലിസിസിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരു ബൈയിങ് പ്രഷർ ഇവിടെ നിന്ന് ഉണ്ടാവും. പക്ഷേ മുകളിലോട്ട് കയറുമ്പോൾ മുകളിലോട്ട് അടുത്ത് ഇമ്മീഡിയറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഫിബ് താഴോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ടു ലോ നമ്മൾ എടുത്താൽ ഒരു പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം 25,800 ലെവലിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. 25,712 25,807 ലെവലിൽ മാർക്കറ്റിൽ ഇന്ന് മുകളിലോട്ട് മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ 800 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എന്തായാലും ചെറിയൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്ന് 50% മിറ്റിഗേഷന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ മുകളിലോട്ട് കയറിയിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് പിന്നെ തിരിച്ച് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ക്യാൻഡിൽ പുതിയ ഹയർ ഹൈ ഫോം ചെയ്യും. അപ്പം ഈ ഒരു ലെവൽ പ്രധാനമാണ്. 25,712 തൊട്ട് 807 വരെ എന്ന ഏരിയ. ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരയ്ക്കും വലിയ എൻട്രികളിൽ മുകളിലോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 26,500 വരേക്കും നമുക്ക് ലോങ് പോകാൻ പറ്റും. ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ലോങ് പോകാം 26,500 വരേക്കും. ഈ ഒരു ലെവൽ ഏകദേശം 25,800 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു 700 പോയിൻറ്റിൻ്റെ റാലി മാർക്കറ്റിൽ മുകളിലോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ 800 ലെവലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മുകളിലോട്ടുള്ള ടാർഗറ്റിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമ്മൾ ഇതാണ് ടാർഗറ്റ് പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റിലോട്ട് പോയി. പക്ഷേ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് ടാർഗറ്റ് 25,680 ആയിരുന്നു. അതുവരെയ്ക്കും മാർക്കറ്റ് പോയിട്ടില്ല. ഇവിടെ നിന്ന് തിരിച്ച് താഴോട്ട് 15 മിനിറ്റിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് കയറി പ്രീവിയസ് ലോയ്ക്ക് മുകളിൽ ടാപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് വന്നത്. നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പുട്ട് ഓപ്ഷൻ.
പക്ഷേ SL അടിച്ചിട്ടാണ് താഴോട്ട് വന്നത്. ചെറിയൊരു ട്രാപ്പായിരുന്നു, കാരണം പ്രീവിയസ് ഹൈ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടും സ്റ്റോപ്പ് ലോസ് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഇന്നലെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് അവിടെ ട്രിപ്പിൾ ടോപ്പാണ്. മാർക്കറ്റ് അവിടെ കയറിയപ്പോഴൊക്കെ 3 പ്രാവശ്യം അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്നു. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിന്ന് മാർക്കറ്റ് 3 പ്രാവശ്യം അവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് കൃത്യമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ചെറിയൊരു പാറ്റേൺ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരു പാറ്റേൺ കാണത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഷോൾഡർ ഫോം ചെയ്ത് മാർക്കറ്റ് താഴെ വന്നു, വീണ്ടും കയറിയിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഒരു ഷോൾഡർ ചെറുതായിട്ടൊന്ന് ഫോം ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നത്. ഈ ഒരു ലെവൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാർക്കറ്റ് താഴെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഷോൾഡർ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ്, ഞാൻ ഈ പഴയ ലൈനെല്ലാം ഒന്ന് കളയുകയാണ്, പുതിയതായിട്ട് വരയ്ക്കാം. ഓക്കെ, മാർക്കറ്റിൽ ഈ ഒരു നേരത്തെ സപ്പോർട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഏകദേശം 25 529 30 ലെവലാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഇന്നലെ റെസിസ്റ്റൻസ് വന്നിരിക്കുന്ന ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആവാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ ഈ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും ഇപ്പോഴത്തെ റെസിസ്റ്റൻസും, ഈ ഒരു സപ്പോർട്ടായിരുന്നു മാർക്കറ്റ്. ഇവിടെ നിന്ന് ഇത് ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു, വീണ്ടും ഇപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും അതേ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയാൽ ഇത് സുഖമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിപ്പോവും. 680 ലെവൽ സുഖമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിപ്പോവും. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ 520 നിന്ന് നമുക്ക് ബൈ ചെയ്യാം. അവിടെ റിസ്ക് എടുത്തുകൊണ്ട് മുകളിലോട്ട് ബൈ ചെയ്യാം. ഒരു 15 മിനിറ്റിലൊക്കെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് ബൈ ചെയ്യാം. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. 25,537 എന്നുള്ളത് സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഹൈ, ഇന്നലത്തെ ഹൈ വയ്ക്കണം. സപ്പോസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്ന അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ലോങ് ടാർഗറ്റാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ 25,653 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിൻ്റ്, ഏകദേശം 330 പോയിൻ്റ് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് തന്നെ കയറണമെന്നില്ല. ഇവിടെ നിന്നൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 26,000 വരയ്ക്കും മാർക്കറ്റ് ഈ ആഴ്ച കയറി പോകാൻ സാധ്യതയുണ്ട്. എവിടെ നിന്നാണ്? 25,633 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26 വരയ്ക്കും ഈ ആഴ്ചയിൽ കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹയർ ഹൈ ഫോം ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ലോവർ ലോയിലോട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, ചെറിയൊരു ഡൗൺ ട്രെൻഡാണ് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു ലോയ്ക്ക് താഴെ ബ്രേക്കൗട്ട് കിട്ടാണ്ട് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് കയറിപ്പോകും. 25,653 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് 750, ഈ ഒരു ഹൈ തന്നെ വയ്ക്കാം. 800 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 650 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 800 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോകും. ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു ടാർഗറ്റ് കൂടെ കൊടുക്കാം. 720 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. രണ്ടാമത്തെ ടാർഗറ്റ് ഇത് ആര് വരച്ചിട്ടേക്കുന്നത് 26,000 വരയ്ക്കും ഇന്ന് കയറി പോകുമെന്നല്ല. ഇവിടെ നിന്നൊരു ഹയർ ഹൈ ഫോം ചെയ്ത് ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,652 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ 26,000 വരയ്ക്കും മാർക്കറ്റ് ഒരു റാലി നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,653 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 718 720. അവിടുന്ന് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ 800 വരയ്ക്കും നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. താഴോട്ട് ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടണം. താഴോട്ട് ഇത് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,530 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ
25 600 450 വയ്ക്കാം. ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു പുൾ ബാക്ക് കിട്ടും. 470 ഏരിയയിൽ നിന്ന് ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലോ കട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ വന്ന് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. 25,470 താഴത്തെ ടാർഗറ്റ് വരുന്നത്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലെവൽസ് നമ്മുടെ ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 25 609 589 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടി. പക്ഷേ ടാർഗറ്റിലോട്ട് പോയിട്ടില്ല. അതിന് ഇടയ്ക്ക് വെച്ചിട്ടാണ് സെല്ലിംഗ് പ്രഷർ വന്നത്. പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ നമ്മുടെ ലെവൽസ് ഒന്നും വർക്കായിട്ടില്ല. അതാണ് സത്യം. ഇവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ വന്ന് മുകളിലോട്ട് പോയെങ്കിലും പിന്നെ ഇവിടുത്തെ തന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസും വർക്കായിട്ടില്ല. സപ്പോർട്ട് എടുത്ത് കയറിയെങ്കിലും പിന്നെ ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് വന്നു. ഇന്ന് നാരോ CPR ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു സിംഗിൾ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. 25 574 തൊട്ട് 78 വരയ്ക്കും 4 പോയിൻറ്റിൻ്റെ CPR ആണ്. എക്സ്പയറി കൂടിയാണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കി ട്രേഡ് ചെയ്യുക. രണ്ട് സൈഡിലോട്ട് ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. എൻ്റെ ഒരു അനലൈസ് പ്രകാരം മാർക്കറ്റ് ചിലപ്പം വൺ സൈഡ് റാലിക്കുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. വൺ സൈഡ് റാലിക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അനലൈസും ഒപ്പം നിങ്ങളുടെ ലെവൽസും കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വ്യൂ എന്ന് തോന്നുന്നത് അങ്ങോട്ട് മാത്രം ട്രേഡ് ചെയ്യാവൂ. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് 510 491 എത്തുന്നതായിരിക്കും വെയിറ്റ് ചെയ്യുക. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. 25 510 490 സ്ട്രോങ് ബൈയിങ് ഏരിയ ആയിരിക്കും. ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് റിവേഴ്സ് സിഗ്നൽ കിട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങളുടേത് CPR ആണ്. രണ്ടാമത്തെ ടാർഗറ്റ് 25 638 25 658. CPR എന്തായാലും ബ്രേക്ക് ഔട്ട് ആകും. CPR നാരോ CPR ആയതുകൊണ്ട് തന്നെ സുഖമായിട്ടത് ബ്രേക്കൗട്ട് കിട്ടി കയറി പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 25 707 25 728. ഏറ്റവും മുകളിൽ വരുന്നത് 25 779 25 802. 802 നമ്മൾ 800 ലെവലാണ് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ബാക്കി ഇടയ്ക്ക് വരുന്ന ലെവൽസ് എന്തെങ്കിലും മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്